ഷേളിനോട് നിനക്ക് അസൂയാണ്. അതുകൊണ്ട് നീ അവരുടെ എൻഗേജ്മെന്റ് ഡിസ്ട്രോയ് ചെയ്യാനാ ശ്രമിച്ചിരിക്കുന്നത്. നീ ആഹാരത്തിൽ എന്തോ കലർത്തി. എന്തിനാണെന്നോ? അവര് രണ്ടുപേരുടെ എൻഗേജ്മെന്റ് മുടക്കാൻ വേണ്ടി. എന്നിട്ട് നിനക്ക് എന്റെ രോഹിത് ഏട്ടനുമായിട്ട് കൂടുതൽ അടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ തമ്മിലുള്ള എൻഗേജ്മെന്റും പിന്നെ കല്യാണവും നടത്താൻ വേണ്ടി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് നീ ഒരു പുതിയ കഥയുണ്ടാക്കി. അതായത് ഷേളിന്റെ ക്യാരക്ടർ മോശമാണെന്ന്. നീ എന്താ കണ്ടത്, എന്താ കാണാത്തത്? നീ എന്തെങ്കിലുമൊക്കെ കണ്ടെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താടി കുഴപ്പം? ഇതൊക്കെ കേട്ട മറ്റുള്ളവർ വിശ്വസിക്കുമായിരിക്കും, പക്ഷേ ഈ കിരൺ നമ്പ്യാർ വിശ്വസിക്കാൻ പോകുന്നില്ല. കിരൺ, ഞാൻ നിന്നോട് ഇപ്പൊ പറഞ്ഞതൊക്കെ അതിലെ ഓരോ വാക്കും സത്യം മാത്രമാണ്. നീ പറയുന്ന ഒന്നും സത്യമല്ല. സത്യം എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം പ്രീത. അതെന്താന്ന് വെച്ചാൽ നീ സ്വന്തമായി തന്നെ രോഹിത്തോട്ടുള്ള വിവാഹം നടത്താൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവൻ ഷേളിനെ തിരഞ്ഞെടുത്തത്. അപ്പൊ നീ ജലസായി. 2 നിമിഷം ഒന്ന് കൂടെ നിന്നില്ല. അതിനു മുന്നേ നീ സ്വപ്നം കാണാൻ തുടങ്ങി രോഹിത് നമ്പ്യാരെ പറ്റി. രോഹിത് നമ്പ്യാർ നിന്റെ ഭർത്താവായി വരണമെന്ന്. പിന്നെ നീ നേടിയ ആ പ്രൈസ് എന്താ? കമ്പാരിറ്റബിൾ കപ്പിൾ. അതിനുശേഷം ഒരു റിച്ച് ഗായ്. നീ കൊള്ളാലോ പ്രീത. പക്ഷെ നീ ഒരു കാര്യം നല്ലോണം ഓർത്തു വച്ചോടി. യു ആൻഡ് മൈ ബ്രദർ നെവർ. ഓക്കേ, പറഞ്ഞു കഴിഞ്ഞോ? ഇനി ഞാൻ പറഞ്ഞോട്ടെ. എന്താ ഞാൻ അത്തരത്തിലൊരു പെണ്ണാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സ്വന്തം കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി മറ്റൊരു പെണ്ണിന്റെ പേര് മോശമാക്കുന്നവളാണെന്ന്? അതോ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുന്നവളാണെന്നോ? നിനക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മിസ്റ്റർ കിരൺ, നിനക്ക് ഇതുവരെ എന്നെ മനസ്സിലായിട്ടില്ല. നിനക്ക് നിന്റെ ബുദ്ധി ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിന്റെ മനസ്സ് പറയുന്നെങ്കിലും കേട്ടൂടെ? ശരി, നീ ഇപ്പൊ എന്നെ എന്തൊക്കെയാ പറഞ്ഞത്? ഒന്നും ഞാൻ തിരിച്ചു പറഞ്ഞില്ല. ഇതിന് പകരമായിട്ട് നിനക്കെന്നെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊരു അവസരമെങ്കിലും തന്നൂടെ? ഒരു ചാൻസ് താ ഇത് തെളിയിക്കാൻ. ഷാലൻ രോഹിത് സാറുമായി ഒരിക്കലും ചേരുന്ന ആളല്ല കിരൺ. അത് മാത്രമല്ല, രോഹിത് സാർ ഈ ബന്ധത്തിന് വേണ്ടി അദ്ദേഹം സ്വയം ബലിയാകാൻ കൂടി. നിന്റെ വാക്ക് കാരണം ഒന്നും ഉണ്ടായില്ല. രോഹിത് ഏട്ടൻ ഷേളിനെ കണ്ടു, ഷേളിനെ ഇഷ്ടപ്പെട്ടു, പിന്നെ കല്യാണം ഉറപ്പിച്ചു. ദാറ്റ്സ് ഇറ്റ്. നീ എന്റെ വീട്ടിൽ നിന്നും എന്റെ വീട്ടുകാരിൽ നിന്നും അകന്ന് കഴിഞ്ഞോണം. ഒരു കാര്യം കൂടി പ്രീത, എന്റെ ഏട്ടൻ രോഹിത്തിൽ നിന്ന് നീ മാറി നിന്നോണം. അവന്റെ ലൈഫിൽ കയറി കളിച്ചാലുണ്ടല്ലോ, ഈ കളി പേഴ്സണൽ ആയിട്ട് മാറും. പിന്നെ ഞാൻ നിന്നോട് നേരിട്ടായിരിക്കും കണക്ക് തീർക്കുക. ഡു യു ഗെറ്റ് ഇറ്റ്? ഈ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അമ്മയെ ജയിലിൽ കിടത്താനും ഞാൻ അനുവദിക്കില്ല. കിരൺ, ഞാൻ പറയുന്നത് കേക്ക്. എന്റെ അമ്മ നിരപരാധിയാ. ഷാലൻ തെറ്റുകാരിയാണെന്ന് തെളിയിക്കാൻ എനിക്ക് നിന്റെ സഹായം വേണം കിരൺ. എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നിന്റെ ചേട്ടന് വേണ്ടി എന്നെ സഹായിക്കേ. പോയല്ലേ? എന്റെ ദൈവമേ, ഞാൻ എന്താ ചെയ്യാ? ഈ പ്രശ്നം ഞാൻ എങ്ങനെയാ ഒറ്റയ്ക്ക് നേരിടുന്നത്? ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കാൻ പോലും അവർ ശ്രമിക്കുന്നില്ല. എന്റെ കാര്യം മാത്രമല്ല, രോഹിത് സാറിനെ ഈ കല്യാണത്തിൽ നിന്ന് എനിക്ക് രക്ഷിക്കാൻ. പ്രീത ചേച്ചി ഇതുവരെ എത്തിയില്ലേ? ഇല്ല മോനെ, ഇതുവരെ വന്നില്ല. പക്ഷെ ഉടൻ വരും. നോക്കപ്പോ, നീ ഒരു കാര്യം ചെയ്. മോഹനെയും കൂട്ടി നീ വീട്ടിൽ പോ, എന്നിട്ട് കിടന്നുറങ്ങ്. അമ്മായി എന്തായി പറയുന്നത്? നിങ്ങൾ ഇവിടെ ഇത്രയും വലിയ പ്രശ്നത്തിൽ ഇരിക്കുമ്പോ ഞാൻ വീട്ടിൽ പോയി എങ്ങനെയാ സമാധാനത്തോടെ ഉറങ്ങുന്നത്? ഓ, ഉറങ്ങാതിരുന്നാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമോ? ഇങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യാനാ? നോക്കുമോനെ, എനിക്കറിയാം നിനക്ക് നാളെ ഒരു വലിയ ഓർഡർ ചെയ്തു കൊടുക്കാനുള്ളതല്ലേ. രാത്രി പോയി നന്നായി വിശ്രമിച്ചില്ലെങ്കിൽ എങ്ങനെയാ ഓർഡർ ചെയ്തു കൊടുക്കുന്നത്? പിന്നെ ഓർഡർ ചെയ്തു കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാ കാശ് വരുന്നത്? കയ്യിൽ പൈസ ഇല്ലാതെ എങ്ങനെ നീ നിന്റെ പെങ്ങളെ സഹായിക്കും? മനസ്സിലായോ? എന്നാലും അമ്മായി. ചേടാ, ഞാൻ വയസ്സിയ. എത്ര തവണ പറഞ്ഞു മനസ്സിലാകാൻ? ഇനി എത്ര തവണ കൂടി പറയണം മനസ്സിലാവാൻ? എനിക്ക് പോകാൻ ഒട്ടും മനസ്സില്ല. പക്ഷെ അമ്മായി പറയുന്നോണ്ട് ഞാൻ പോവാം. പോയിട്ട് വാ, ഒന്നും പേടിക്കണ്ട. ഞങ്ങൾ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് ഫോണിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കാം. ശരി മോനെ. ഞങ്ങളെ വിവരം അറിയിച്ചുകൊണ്ടിരിക്കണം. പിന്നെ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഫോൺ ചെയ്യാൻ മടിക്കണ്ട പ്ലീസ്. നന്നായി വരും. പോയിക്കോ. വീട്ടിലെത്തിയ ഉടനെ വിളിക്കണം കേട്ടോ. മോളെ സൃഷ്ടി, നീ ഒരു കാര്യം പറഞ്ഞേ. ഈ ഷെർലിനുണ്ടല്ലോ, അവൾ സ്വന്തം വീട്ടിൽ പോയോ അതോ രോഹിതിന്റെ വീട്ടിലായിരിക്കും? പിന്നെ അവളുടെ വീടിന്റെ അഡ്രസ് നിനക്കറിയാമോ? ഇല്ല മുത്തശ്ശി. പക്ഷെ മുത്തശ്ശിക്ക് എന്തിനാ അതൊക്കെ? അയ്യോടാ, അല്ല, അവളുടെ വീട് അറിയാമെങ്കിൽ പോയി ഈ ചെരുപ്പ് കൊണ്ട് അവളുടെ തലമണ്ട അടിച്ചു പൊളിച്ചേനെ. എന്നിട്ട് ചോദിക്കും നിന്നെ ആരാ വളർത്തിയെന്ന്. മുത്തശ്ശി. ചേച്ചി ചേച്ചി, ഒരു മിനിറ്റ്. എന്താ സംഭവിച്ചത്? ആ ഷെർലിനെ നീ കണ്ടിരുന്ന മോളെ? ചേച്ചിയോട് എന്തെങ്കിലും പറഞ്ഞോ? എനിക്കറിയാം അവൾ എന്തെങ്കിലും ഒരു സ്റ്റുപ്പിഡ് കഥ ഉണ്ടാക്കി കാണും അല്ലേ? ഇതാദ്യം പറ, അവൾ അവളുടെ തെറ്റ് സമ്മതിച്ചോ? എന്ത് പറ്റി ചേച്ചി? ചേച്ചി എത്ര അപ്സെറ്റ് ആയിരിക്കുന്നേ? ഒന്ന് പറഞ്ഞിട്ട് ചേച്ചി. അല്ല, ഇതെന്താ ചേച്ചിക്ക് പറ്റിയേ? ഒന്നും പറയാതെ അകത്തേക്ക് കയറി പോയല്ലോ. നീ പേടിക്കാതെ മോളെ, അവളുടെ തലയിൽ എന്തൊക്കെയോ ടെൻഷനാണ്. ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് പറയുമായിരിക്കും.
നമുക്ക് ദൈവത്തോട് നന്ദി പറയണം അവൾ വീടെത്തിച്ചേർന്നതിന്. ശരിയാ മുത്തശ്ശി. ഗുഡ് ഈവനിങ് സർ. ഗിരീഷ്, യെസ് സർ. ഏട്ടനെവിടെയാ? അതേ രാധിക മേഡത്തിന്റെ പുറകിലുണ്ട്. ഏട്ടൻ അമ്മയ്ക്കരികിൽ ഇരിക്കട്ടെ. ഞാൻ നാളെ രാവിലെ ചേട്ടനോട് സംസാരിക്കാം. പോട്ടെ കിരൺ, ആ പ്രീത അത്ര ഇമ്പോർട്ടന്റ് അല്ല. അവളോയി ഉണ്ടായ വഴക്കം കാര്യങ്ങളും അറിയിച്ച ഏട്ടനെ ടെൻഷൻ എടുപ്പിക്കേണ്ട കാര്യവുമില്ല. അമ്മയുടെ കാര്യത്തിൽ ഏട്ടൻ ഓൾറെഡി ടെൻഷനിലാണ്. ഷേളിന് അവളുടെ എൻഗേജ്മെന്റ് സ്വയം കൊള്ളാക്കുവല്ലേ പ്രീത? സ്വന്തം കുടുംബത്തോട് എന്തിനാ അവളിങ്ങനെ ചെയ്യുന്നേ? കൊള്ളാം പ്രീത, കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ നീ നിന്റെ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ എന്ന്. ഞാൻ പറയുന്ന കേക്ക. ഷേളിനെ പോലൊരു പെൺകുട്ടി ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. മര്യാദയില്ലാത്തവൻ, അഹങ്കാരി, ഒരു ദയവും ഇല്ലാത്തവൻ. പണത്തിന്റെയും പ്രശസ്തിയുടെയും അഹങ്കാരം മാത്രം അവന്. അല്ലെങ്കിൽ ഇത്ര ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കാനെങ്കിലും ശ്രമിച്ചൂടെ? അല്ലേ വേണ്ട, ഒന്ന് കേക്കണ്ടേ, ഒന്ന് മനസ്സിലാക്കണ്ടേ? പകരം കുറ്റം എന്റെ തലയിൽ വെച്ചു. അതും ഇതുപോലെ ഒരു ആരോപണം, വൃത്തികെട്ട ബേസ്ലെസ് സ്റ്റുപ്പിഡ് ആരോപണം. എന്റെ കുടുംബത്തിലുള്ളവർക്കും ബാക്കി എല്ലാവർക്കും അറിയാവുന്നതാണ് ഷേർലിൻ എന്നോട് വല്ലാത്ത ശത്രുതയാണെന്ന്. അതൊക്കെ തീർക്കാൻ അവൾ എന്തൊക്കെ ചെയ്തു എന്ന്. പക്ഷെ ഇല്ല, അവന് മാത്രം തോന്നുന്നത് എനിക്കാണ് ഷേർലിനോട് ശത്രുതയെന്ന്. ഞാൻ എന്തിനാ ഷേർലിനോട് ശത്രുത കാണിക്കുന്നത്? എനിക്ക് എന്താ നേട്ടം? ഞാൻ ഷേർലിനെ പോലെയുമല്ല, എനിക്ക് അതുപോലെ ആകാൻ ആഗ്രഹവും ഇല്ല. പിന്നെന്തിനാ എനിക്ക് ശത്രുത? എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. ഈ ലോകം ചതിയന്മാരുടെ കൂടെയാണ്. മുൻപ് കവിത മേഡമായിരുന്നെങ്കിൽ ഇപ്പൊ കിരണുണ്ട് അവരുടെ കൂടെ. എല്ലാവരും എന്താ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? ഞാൻ രോഹിത് സാറിന്റെ പുറകെ നടക്കുകയാണെന്ന്. ഞാൻ എന്തിനു രോഹിത് സാറിന്റെ പുറകെ പോണം? ഇത് രോഹിത് സാർ അറിഞ്ഞാൽ എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക? പ്രീത ശരിക്കും എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് ഞാൻ ഏട്ടനോട് പറയുകയാണെങ്കിൽ ഏട്ടൻ വളരെ ഹേർട്ടാവും. ഐ എം ഷുവർ. പ്രീത പാവാണെന്ന് കരുതിയാ പാവം ഏട്ടൻ ഹെൽപ്പ് ചെയ്യുന്നേ. തന്റെ സുഹൃത്താണെന്നും പറയുന്നേ. അവളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു മടിയും കാണിക്കാറില്ല. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉപകാരമാവുന്ന ഏട്ടൻ കരുതുന്നേ. ഏട്ടന്റെ ഹൃദയം സത്യത്തിൽ എത്ര ശുദ്ധമാണ്. പ്രീതയുടെ ഓരോ മണ്ടത്തരം കേട്ട ഞാൻ ഏട്ടന് സ്ട്രെസ് കൊടുക്കില്ല. ഇതെന്റെ തെറ്റാ. ഞാൻ ആ കിരണിനോടൊപ്പം സംസാരിക്കാനേ പാടില്ലായിരുന്നു. ഇന്ന് വരെ ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യമോ മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പൊ പിന്നെ എന്നെ മനസ്സിലാക്കൂ. ഞാൻ രോഹിത് സാറിനോടാ സംസാരിക്കേണ്ടിയിരുന്നത്. എന്നിട്ട് എനിക്ക് സാറിനെ അറിയിക്കണം ഷേർലിൻ എത്ര അപകടകാരിയാണെന്ന്. എന്തുകൊണ്ടാണ് ഞാനത് ആദ്യം ചിന്തിക്കാതിരുന്നത്? അയ്യോ, ഞാനിപ്പോ ഇതെന്താ ചെയ്യുന്നേ? രാധിക ആന്റി ബെഡ് റെസ്റ്റിലാണല്ലോ. രോഹിത് സാർ ഇപ്പോ ആന്റിയുടെ കാര്യത്തിൽ ടെൻഷനില്ല. ഇതിനിടയില് ഞാനിപ്പോ ഷെർലിന്റെ കാര്യം കൂടി പറയുകയാണെങ്കിൽ അത് സാറിന് വലിയ ഷോക്കാവില്ലേ? സാരമില്ല, ഈ രാത്രി ഒന്ന് കഴിഞ്ഞോട്ടെ. നാളെ ഞാൻ ഉറപ്പായും പറയും. ഇനി കിരണിനോട് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല. തെറ്റ് എന്റെയാ. ഞാൻ ആ മെന്റൽ പെണ്ണിനോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു. എന്തെങ്കിലും പറഞ്ഞോണ്ടേയിരിക്കും, നമ്മുടെ ടെൻഷൻ കൂട്ടാൻ വേണ്ടി. ചേട്ടാ എന്തു പറ്റി? നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല ചേട്ടാ, ഞാൻ രാധിക ആന്റിക്കും മകേഷ് അങ്കിളിനൊപ്പം ഇരിക്കുമായിരുന്നു. പിന്നെ രോഹിതേട്ടൻ വന്നു. അവിടെ അധികം പേർ പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനിങ്ങ് പോന്നു. ചേട്ടൻ പുറത്തു പോയിരുന്നോ? അതെ, ഞാൻ നീ പോയി ഉറങ്ങ. ചേട്ടൻ ഉറപ്പായും പ്രീതയെ കാണാൻ പോയതായിരിക്കും. അവളോട് വഴക്കിട്ട് വന്നതാവും. സോ സാഡ്. ആരും സൃഷ്ടിക്കും പ്രീതയ്ക്ക് സഹായത്തിനായിട്ടില്ല. എനിക്ക് തോന്നുന്നത് അവർ രണ്ടുപേരും നിരപരാധികളാണെന്നാ. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ? രോഹിതേട്ടന് പോലും സഹായിക്കാൻ കഴിഞ്ഞില്ല. എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. ഇൻസ്പെക്ടർ, എനിക്ക് കുറച്ച് നേരം തന്നാൽ മതി. സർളാൻറ്റി ഒന്ന് കാണാനായിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യമാണ്, പ്ലീസ്. മിസ്റ്റർ നമ്പ്യാർ, ഏത് സ്ത്രീയാണോ നിങ്ങളുടെ നിശ്ചയച്ചടങ്ങ് പൂർണ്ണമായി നശിപ്പിക്കാൻ ശ്രമിച്ചത് അവരെയാണോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്? നോക്കൂ, അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ ഒരു ആക്സിഡന്റ് ആയിരുന്നു. അതിനും ആളുകളെ കഷ്ടത്തിലാക്കാൻ ആരും അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യില്ല. പ്ലീസ്, ഇറ്റ്സ് എ ഹംബിൾ റിക്വസ്റ്റ്. കുറച്ചു നേരത്തേക്ക് അവരൊന്ന് കാണാൻ അനുവദിക്കണം, പ്ലീസ്. കോൺസ്റ്റബിൾ, ഇദ്ദേഹത്തെ സർലയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു.
എവിടെ? ഐ എം റിയലി സോറി. ഇല്ല മോനെ, നീ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയില്ല മോനെ, നീ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രാണ് ആ ഹാൾ ബുക്ക് ചെയ്തതെന്നും ആ ഫംഗ്ഷൻ അവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചതെന്നും. ഞങ്ങളും നിങ്ങളുടെ ഫംഗ്ഷൻ നന്നായി ചെയ്യാൻ ആഗ്രഹിച്ചു, ഒരു കുറവും വരുത്തരുതെന്ന് കരുതി. പക്ഷെ അറിയില്ല, ചിലപ്പോ ആരുടെ കണ്ടുപെട്ടെന്ന് ഒരു ചെറിയ തെറ്റെവിടെയോ സംഭവിച്ചു, മൊത്തം മാറിപ്പോയി. അതുകൊണ്ടാകാം ഞാൻ ഈ ജയിലിനകത്തും നീ പുറത്തു നിന്നും സംസാരിക്കേണ്ടി വന്നത്. ഇനി റിലാക്സ് ആവേണ്ടി. ഒന്നും ചെയ്യാനായില്ല എനിക്ക്. ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു അറിയോ? എല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾക്കായിട്ട് ഒന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ഹൃദയത്തെ തൊട്ട് മാപ്പ് ചോദിക്കുകയാണ്. പ്ലീസ് എന്നോട് ക്ഷമിക്കൂ ആന്റി. വേണ്ട വേണ്ട പോനെ, ഇതിൽ മാപ്പ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ലോകം കണ്ടവളാ ഞാൻ. മനുഷ്യനെ കണ്ട തിരിച്ചറിയാൻ എനിക്കാവും. എനിക്കറിയാം നിന്റെ മനസ്സ് എത്ര നല്ലതാണ്. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയാത്തതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും. ആ കാരണങ്ങളായിരിക്കും നീ ഞങ്ങളെ സഹായിക്കുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞത്. അതെ, അതങ്ങനെ കരുതിയാ മതി. താങ്ക് യു വെരി മച്ച് ആന്റി. ഈ അവസ്ഥയിലും ആന്റി എന്നെ മനസ്സിലാക്കിയല്ലോ. എനിക്കറിയാം എന്താണെന്ന്. ചില സമയം നമ്മുടെ തീരുമാനങ്ങളിൽ മറ്റുള്ളവരുടെ ഇഷ്ടം കൂടി ചേരുമ്പോ നമുക്ക് ആർക്കായാലും ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ സാധിച്ചൊന്നും വരത്തില്ല. അതെ, അത്രയുള്ളൂ കാര്യം. ഒരു കുടുംബമല്ലേ നമ്മൾ, അതാ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെ, അതാണ് ശരി. കുടുംബം എന്നാൽ അങ്ങനെ. സത്യം പറഞ്ഞ എനിക്ക് വളരെ സന്തോഷായി. നിങ്ങളെങ്കിലും എന്റെ അവസ്ഥയെ കുറിച്ച് ഓർത്തല്ലോ, ഇത്രയും ദൂരം വന്നല്ലോ എന്നോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി. സത്യം പറയാലോ, നിങ്ങൾക്ക് എന്റെ മനസ്സിലുള്ള സ്ഥാനം വീണ്ടും ഉയർന്നു. പിന്നെ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആശ്വാസമാവുള്ളൂ എങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. മോനെ രോഹിത്, അവിടെ ഇപ്പൊ എല്ലാവർക്കും എങ്ങനെയുണ്ട്? നിന്റെ പപ്പ, മമ്മ, അച്ഛമ്മ എല്ലാവർക്കും എങ്ങനെയുണ്ട്? അവരെല്ലാം ഓക്കെയാണ് ആന്റി. പക്ഷെ അമ്മയ്ക്ക് കുറച്ച് ഇല്ല, വേഗം സുഖമാവുന്നാ പറഞ്ഞ ഡോക്ടർ. എല്ലാവരും നന്നായിരിക്കുന്നെന്ന് അറിഞ്ഞാൽ സമാധാനായി. മോനിപ്പോ മോന്റെ കുടുംബത്തിനോടൊപ്പം നിൽക്കേണ്ട സമയമാണ്. അവർക്കിപ്പോ നിന്റെ ആവശ്യമുണ്ട്. ഞാൻ ഇവിടെ വരെ എത്തി, പക്ഷേ അകത്തേക്ക് എങ്ങനെ പോകും? ധൈര്യം വരുന്നില്ല. എന്ത് വരുന്നോ വരട്ടെ. വേണ്ട വേണ്ട, എന്ത് ചെയ്യും? സൃഷ്ടി, നീയോ? നീ എന്തിനാ ഇവിടെ? നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അവിടെ നിന്നോണം, ഞാൻ അങ്ങോട്ട് വരുവാ. ഒരു പടി മുന്നോട്ട് വെക്കരുത് നീ. ആ നമ്പ്യാർ ഫാമിലിയിലെ കണ്ണിയല്ലേ നീയും? ആ ഞങ്ങളുടെ കണ്ണീര് കാണാൻ വന്നയാണോ? ഇവിടെ വന്ന് കള്ള കണ്ണീര് കാട്ടി ഞങ്ങളുടെ വേദന കാണണോ നിനക്ക്? എനിക്കറിയാം എനിക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ. എങ്കിലും ഞാൻ നിനക്ക് എന്തെങ്കിലും സഹായം ചെയ്യാന്ന് മതി വിചാരിച്ചു. മതി, കൂടുതലൊന്നും പറയണ്ട. ആ നമ്പ്യാർ ഫാമിലിയിലെ മെമ്പർ അല്ലേ നീയും? നിങ്ങളൊക്കെ ഭയങ്കര ഹൈ ക്ലാസ്സാ, ഞങ്ങൾ വെറും മിഡിൽ ക്ലാസ് ഫാമിലിയാ. നിങ്ങളുടെ വിചാരം എന്താ? ഞങ്ങൾ കളിപ്പാട്ടമാണെന്നോ? നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഞങ്ങളെയൊക്കെ ഉപയോഗിക്കുക ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണോ? ആ ഷെർലൻ ഞങ്ങളോട് കളിച്ചില്ലേ, അതുപോലെ തന്നെയാ. ഷെർലൻ? എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്ക് എങ്ങനെ മനസ്സിലാവാനാ? പോയി ആ ഷെർലിനോട് ചോദിക്ക്, അവള് മനസ്സിലാക്കി തരും നിനക്ക്. അവള് സ്വന്തമായിട്ട് അവളുടെ എൻഗേജ്മെന്റ് കോളമാക്കിയത്. ഇപ്പൊ നടന്നതൊക്കെ ഇല്ലേ, അതൊക്കെ അവള് കാരണമാ. അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫംഗ്ഷൻ കോളമാക്കാൻ, ഞങ്ങളുടെ പേര് കളയാൻ വേണ്ടിട്ട്. എന്താ വിശ്വാസം വരുന്നില്ലേ? എന്താ സ്വന്തമായിട്ട് ആലോചിച്ച് നോക്ക്. വലിയ പണക്കാരി പെണ്ണ് എന്തിനാ ഈ വൃത്തികെട്ട ജോലി ചെയ്യുന്നത്? സ്വന്തം എന്റർടൈൻമെന്റ് വേണ്ടിയല്ലേ, അവർക്ക് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി മാത്രം. ഇപ്പതാ നീ ഇവിടെ വന്നിരിക്കുന്നു. ആ ടൈം പാസിനാണോ? എന്താ ഞാൻ ചെയ്യണ്ടേ? എങ്ങനെ എന്നെ സന്തോഷിപ്പിക്കണ്ടേ? ആ എന്താ ഞാൻ ചെയ്യണ്ടെന്ന് എന്നോടൊരു കാര്യം പറയൂ സമീർ. അവൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്ത്? അവക്ക് എന്താ അതിന് കിട്ടിയത്? ഐ സ്വെയർ, അവളിപ്പോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ എന്താന്ന് അവക്ക് കാണിച്ചു കൊടുത്തേനെ. സൃഷ്ടി, നീ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്ന? പോയിവിടുന്ന്. എന്താ
തമാശയായിട്ടാണോ നിനക്ക് ഇതൊക്കെ തോന്നുന്നേ? എനിക്ക് വേണ്ട നിന്റെ ഈ സിമ്പതി ഒന്നും വേണ്ട. പോ ഇവിടുന്ന്. സൃഷ്ടി നീ എന്താ ചെയ്യുന്നത്? നിന്റെ കാലുകളിൽ പൊട്ടിക്കും. Calm down, calm down, calm down. പോ ഇവിടുന്ന്. നീ എന്റെ അമ്മ ചെയ്യില്ല. എനിക്ക് പേടിയാവുന്നു. എന്റെ അമ്മ ചെയ്യില്ല. ഐ ആം റിയലി സോറി സൃഷ്ടി. എനിക്കറിയാം നീ ഇപ്പോൾ വളരെ ദേഷ്യത്തിലാണെന്ന്. ബട്ട് ഐ ഫീൽ കംപ്ലീറ്റ്ലി ഹെൽപ്ലെസ്. നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല, നിന്നെ സഹായിക്കാനും കഴിയുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എനിക്ക്. പക്ഷെ ഒരു കാര്യം മാത്രം ചെയ്യാം. ഇനിയുള്ള നാളുകളിൽ ഞാൻ നിനക്കൊപ്പം ഉണ്ടാവാം. വീണ്ടും വേദന വന്നു. അച്ഛമ്മയ്ക്ക് വീണ്ടും കാലുവേദന തുടങ്ങിയെന്ന് തോന്നേ. എന്തു പറ്റി? എന്റെ ഗേൾഫ്രണ്ടിന്റെ കാല് വേദനിക്കുന്നുണ്ടോ? എന്ത് ചെയ്യാൻ ബോയ് ഫ്രണ്ട്? ഫംഗ്ഷൻ ഇത്രയും നേരം നിന്നില്ലേ, അതാ കാലിൽ വീണ്ടും വേദന തുടങ്ങിയത്. ഗേൾഫ്രണ്ടിന്റെ കാലിൽ വേദനയോ? ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഞാൻ ഇപ്പൊ മാറ്റാം. നീ പ്രാക്ടീസിന് പോവാണോ? അതെ അച്ഛമ്മേ. പിന്നെ ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ? ഇന്നലെ ഏട്ടൻ കുറച്ച് ടെൻഷനായിരുന്നില്ലേ, അപ്പൊ തോന്നി കൂടെ വിളിക്കാവന്ന്, ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാൻ. അപ്പൊ ഹാപ്പി ആവില്ലേ? ആ, അതാ വേണ്ടത്. എന്തു പറ്റി? വേദനയുള്ള കാലമോനെ. അച്ഛമ്മ പേടിപ്പിച്ചു കളഞ്ഞല്ലോ എന്നെ. പതുക്കെ ചെയ്യാം. ഇതൊക്കെയാണോ? അവള് വരില്ല അല്ലേ? ഇന്നലെ അവള് കാരണം നീ ഇവിടെ വന്നിരിക്കും. പ്രീതയുടെ കയ്യിൽ മാജിക് ഉണ്ട്. ആ മാജിക് അവളുടെ നന്മ കൊണ്ടാ. അവളുടെ ഹൃദയത്തിൽ നന്മയുണ്ട്. അവള് എന്റെ അടുത്ത് വന്ന് ചെറുതായിട്ടൊന്ന് തടവിയാലും എന്റെ വേദന മാഞ്ഞു പോകും. ട്രീറ്റ്മെന്റ് ഒക്കെ വിട്. അവളുടെ നന്മ കാരണമാ എന്റെ വേദന പോകുന്നത്. എത്ര ഡോക്ടർമാരെയാ കാണിച്ചത്, പക്ഷെ പ്രീതയാ എന്റെ വേദന ഇല്ലാതാക്കിയത്. എത്ര നല്ല കുട്ടിയാ അവൾ. ഇനിയിപ്പോ ജീവിതകാലം മുഴുവനും ഞാൻ ഈ വേദന കൊണ്ട് നടക്കണോ? അതോ ഡോക്ടർ അല്ലാത്ത അവള് ഇനി ഇങ്ങോട്ട് വരൂ? നിനക്ക് എന്ത് തോന്നുന്നു കിരൺ? വരുമല്ലോ അല്ലേ? പറയ. നീ എന്റെ വീട്ടിൽ നിന്നും വീട്ടുകാരിൽ നിന്നും മാറി നിന്നോണം. മനസ്സിലായോടി? സർ, നിങ്ങൾ രാധിക മേഡം വിളിക്കുന്നു. അച്ഛമ്മേ, ഞാൻ പോവാ. ഹെൽത്ത് നോക്കണം. ഐ വിൽ സീ യു. ഓക്കേ. കിരൺ, നീ വന്നോ മോനെ? വന്നേ, വാ വാ. ഹായ്, എങ്ങനെയുണ്ട് അമ്മേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? അമ്മ ഉഗ്രൻ സ്റ്റാർ ഫൈറ്റർ അല്ലേ? പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, പെട്ടെന്ന് ഓക്കെ ആവണം. എന്നെ ആരും കൊഞ്ചിക്കുന്നില്ല അമ്മേ, ടെൻഷൻ മാത്രം തരുന്ന എല്ലാവരും. ഇന്ന് ഞാൻ തനിയെ ഉണർന്നത്, തനിയെ ഭക്ഷണം കഴിച്ചത്, പ്രാക്ടീസിന് പോവാ. ഇപ്പോ പ്ലീസ് ഒന്ന് വേഗം ശരിയാവും അമ്മ. എന്നെ കൊണ്ട് വയ്യ ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ. ഓക്കെ? അതെ മോനെ, നീ ഒട്ടും പേടിക്കണ്ട. എനിക്ക് വളരെ വേഗം സുഖമാകും. എന്നിട്ട് നിന്നെ ഒരുപാട് കൊഞ്ചിക്കും. ഓക്കെ? ദാറ്റ്സ് ലൈക്ക് മൈ മോം. മോനെ ഒരു കാര്യം പറയാ. പ്രീതയ്ക്ക് എങ്ങനെയുണ്ട്? അവൾ ഓക്കെ ആണല്ലോ അല്ലേ? മോമിന് പ്രീതയുടെ അമ്മയോട് മാത്രമായിരിക്കും ദേഷ്യം.
ഹെൽപ്പ് ചെയ്യാൻ പോയത് അറിഞ്ഞാ ഹൈപ്പർ ആവും. പക്ഷെ മോം പ്രീതിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് കെയറും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത്. മോനെ, നീ എന്താ ഒന്നും പറയാത്തത്? പ്രീത ഓക്കെ അല്ലേ? അവൾക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? പറയേ. മാഡം പ്ലീസ് ഒന്ന് സമാധാനമായിട്ടിരിക്കോ. മാഡം ഇപ്പോ സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഉള്ളത്. മിസ്റ്റർ കിരൺ, മാഡത്തിനിപ്പോ നല്ല വിശ്രമമാണ് ആവശ്യം. യാ മോം, യു ടേക്ക് കെയർ. ഓക്കെ കിരൺ? മോം, പ്രീതിക്ക് ഒരു കുഴപ്പമില്ല, ടെൻഷൻ അവിടെ കാര്യമില്ല. റെസ്റ്റ് എടുക്ക സിസ്റ്റർ. മാഡം പ്ലീസ് ഒന്ന് കിടന്നോളൂ. മാഡത്തിനിപ്പോ നല്ല വിശ്രമമാണ് ആവശ്യം. എന്താ അവസ്ഥ എന്റെ അമ്മയുടെ? ഇതിനെല്ലാം ഉത്തരവാദി ആ പ്രീത മാത്രമാണ്. മനസ്സിലാവുന്നേയില്ല അമ്മ എങ്ങനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന്. എന്തൊക്കെ വഴികൾ നോക്കി എല്ലാം ഫെയിലാവാ. ഇപ്പൊ എന്റെ മുന്നിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇതാ. പക്ഷെ അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഹലോ. ഹായ് സൈക്കോ, ഹൗ ആർ യു? നീ ഒരു കാര്യം പറയാം, എന്റെ വീട്ടുകാരിൽ എന്ത് മാജിക്കാ നീ കാട്ടിയതാ? എന്റെ അമ്മ നിന്നെ പറ്റി ചോദിച്ചുകൊണ്ടേയിരിക്കുക. അച്ഛമ്മയുടെ കാലിൽ വീണ്ടും വേദന വന്നു. അച്ഛമ്മയെ നിന്നെ പറ്റിയാ ചോദിക്കുന്നേ. അങ്ങനെ എന്താണ് നീ ചെയ്തേ? അതിനർത്ഥം രാധിക ആന്റിയും മുത്തശ്ശിയും എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പായിരുന്നു അവരെന്നെ തെറ്റിദ്ധരിക്കില്ലെന്ന്. എനിക്ക് നിന്റെ കുടുംബമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയില്ല. അതൊരിക്കലും നീ വിചാരിക്കുന്ന പോലെയല്ല. സത്യസന്ധവും സ്നേഹമുള്ളതുമായിരുന്നു. പക്ഷെ നിനക്കൊരിക്കലും അത് മനസ്സിലാവില്ല. നിനക്കെപ്പോഴും മറ്റുള്ളവരിലെ കുറ്റം അടിച്ചേൽപ്പിക്കാനേ അറിയൂ. ഓ എക്സ്ക്യൂസ് മീ, ഞാൻ മാത്രമല്ല അപ്സെറ്റ് ആയത്. ഈ എൻഗേജ്മെന്റിന്റെ പ്രശ്നങ്ങളിൽ എന്റെ കുടുംബത്തിലെ എല്ലാവരും ഒരുപോലെ അപ്സെറ്റ് ആണ്. മനസ്സിലായോടി? നീ നോക്കിക്കോ, രാധിക ആന്റിക്ക് അസുഖം ഭേദമാവുമ്പോ ഞാൻ എല്ലാ സത്യവും ആന്റിയോട് തുറന്നു പറയും. അതോടെ ഞാൻ പറയുന്നതെല്ലാം സമ്മതിക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. ഈ ലോകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്ന പലരും ഉണ്ട്. എല്ലാവരും നിന്നെ പോലെയല്ല. നിന്നോട് ഞാൻ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പക്ഷെ നീ അതൊന്നും കേൾക്കാതെ എന്റെ മേലാ കുറ്റങ്ങളൊക്കെ ആരോപിക്കുന്നു. കിരൺ, ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഷെർലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? അതൊക്കെ ശരിക്കും സത്യമാണ്. 100% ട്രൂ. എനിക്കത് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം തന്നാ മതി. കട്ട് ചെയ്യാനാണെങ്കിൽ പിന്നെ വിളിച്ച എന്തിനാ? ഇവളെന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? അവൾ എന്ത് പറഞ്ഞാലും ഞാൻ അങ്ങ് വിശ്വസിക്കുന്നോ? ഇവളെ ഫോണിൽ പോലും സഹിക്കാനാവില്ല. എപ്പോഴും ഒരേ കാര്യങ്ങൾ എന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അവള് കള്ളിയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ഓരോന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അവള് നല്ലവളാണെന്ന് കാണിക്കാൻ വേണ്ടി ആ പാവ ഷേളിനെ കുറ്റം പറയുന്നേ. ഷേളിൻ മോശക്കാരിയാണ് പോലും. അവൾ എന്തൊക്കെയാ പറയുന്നേ? വാവ്, ഒരിക്കലും ഇല്ല കിരൺ. ഇതധികം കടന്നു പോകാതെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ല, എന്താ ഞാനിപ്പോ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം, ഷേളിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. മൊത്തത്തിൽ കൊളാവുന്നതിന് മുന്നേ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. സത്യം എന്താണെന്ന് നല്ലോണം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് കുടുംബക്കാരെ അറിയിക്കുന്നതായിരിക്കും നല്ലത്. Hi, how are you? I'm good. How are you? I'm good. How's your mom? She's perfectly fine. നന്നായി ഷേളിൻ വന്നത്. ഇപ്പൊ തന്നെ അവളോട് ചോദിക്കാം, ഫുഡ് പോയ്സണിൽ അവൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോന്ന്. ഹായ് ഷേളിൻ. ഹായ് ആന്റി. Hi. റോഹിത്തേട്ടൻ നിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അങ്ങോട്ട് പോയാലോ? Yeah, let's go. Yeah. രോഹിത്തിന് ഷേർലിനെ കാണണമെന്നോ? ഇതൊരു പോസിറ്റീവ് സൈൻ ആണല്ലോ. അമ്മയുടെ ആരോഗ്യ പ്രശ്നം കൊണ്ട് ഇമോഷണലി വീക്കാണല്ലോ അവനിപ്പോ. അതുകൊണ്ട് ഷേർലിന്റെ സപ്പോർട്ട് വേണം. ഷേർലിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ ഇത് പെർഫെക്റ്റ് പോസിറ്റീവ് സൈൻ ആണ്. പക്ഷെ പ്രീതയ്ക്കാണെങ്കിലോ വളരെ മോശം. അല്ല, ഇത് നിന്റെ റൂമല്ലേ? രോഹിത് എവിടെ? ആക്ച്വലി ഏട്ടൻ ഇവിടെ ഇല്ല. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് ഒറ്റയ്ക്ക്. ഓ റിയലി? പറയ്, എന്താ കാര്യം? ആക്ച്വലി പറയാനുള്ളത് നീ കേട്ട് കഴിഞ്ഞാ നീ ആകപ്പാട് ഞെട്ടിപ്പോവും. പക്ഷെ ആ പ്രീത പറയാ, അതായത് ഫുഡ് പോയ്സണിൽ നിന്റെ കയ്യാ ഉള്ളതെന്ന്. What? Bloody Preeta, how dare she? അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു? കിരൺ, അവള് ഭയങ്കര സൂത്രക്കാരിയാ. അവളൊരു മിഡിൽ ക്ലാസ് പെണ്ണല്ലേ? മറ്റാരോ ചെയ്ത കാര്യം എന്തിനാ എന്റെ തലയിൽ കെട്ടിവെക്കുന്നേ? How could she even do that?
അവൾക്ക് തോന്നുന്നത് അവളുടെയും രോഹിത്തിന്റെയും ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് കുഴപ്പമുണ്ടെന്നാണ്. ഹൗ കുഡ് ഷി ഈവൻ തിങ്ക് അബൌട്ട് ദാറ്റ്? പക്ഷെ നമ്മുടെ ഹൈ ക്ലാസ്സിൽ അതൊക്കെ വളരെ നോർമൽ ആണ്. എന്നാൽ അവൾക്ക് എന്തറിയാം? എന്തൊക്കെയായാലും ചീപ്പ് പെണ്ണല്ലേ. ചെറിയ ആൾക്കാർ, ചെറിയ ചിന്താഗതി. ഇവളെന്താ എങ്ങനെ പറയുന്നേ? നോർമലി അസൂയ തോന്നേണ്ടേ അല്ലേ? ആദ്യം തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അവൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. രോഹിത്തിനെ സ്വന്തമാക്കാൻ വേണ്ടി ഞങ്ങളുടെ വിവാഹം മുടക്കാൻ കിരൺ അവൾ എന്തും ചെയ്യും. ട്രസ്റ്റ് മീ. ഒരു നല്ല ലൈഫ് പാർട്ണറെ കിട്ടണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്പെഷ്യലായിട്ട് മാറും. നിനക്കറിയാമോ, എനിക്കും ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് പ്രീത ഇതൊക്കെ മനസ്സിലാക്കി തന്നെ. ടെക്നിക്കലി അതിനുശേഷമാണ് ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് തന്നെ. എനിക്ക് ഒരു ചാൻസ് തന്നാ മതി ഇത് പ്രൂവ് ചെയ്യാൻ. ഷാലിൻ രോഹിത് സാറിന് ഒരിക്കലും ചേരുന്ന പെണ്ണല്ല. അല്ലെങ്കിൽ രോഹിത് സാറിന്റെ ഈ വിവാഹത്തിന് ഞാൻ സ്വയം ഉത്തരവാദിയായി മാറും. ഇല്ല പ്രീത. കിരൺ, നീ എന്താ ആലോചിക്കുന്നത്? നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? യു ട്രസ്റ്റ് മീ റൈറ്റ്? ഓഫ് കോഴ്സ് ഐ ട്രസ്റ്റ് യു. ആ പ്രീതയില്ലേ, അവൾ ആള് ശരിയല്ല. അവക്ക് എന്തോ ഉദ്ദേശമുണ്ട്. എന്തോ ഉണ്ടാക്കി പറയുന്ന പെണ്ണ അവള്. ഹാ, എക്സാക്ട്ലി. കവിതാന്റെ ഇത് തന്നെയാ പറയുന്നേ. പ്രീത രോഹിത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കിരൺ, നീ സൂക്ഷിക്കണം. അവൾ നിന്നെ അവളുടെ വലയിൽ വീഴ്ത്താൻ നോക്കും. പക്ഷെ നീ അടുക്കരുത്. നിനക്കെന്താ അങ്ങനെ തോന്നുന്നു ഷേളിൻ? ഞാനും അവളുടെ വലയിൽ വീഴുവെന്ന്. അവളുടെ സുന്ദരമായ മുഖം, ആ മനമയക്കുന്ന ചിരി, എന്തു തന്നെയായാലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ പോക്ക്, അതൊക്കെ ഹൗ ഇസ് ഇറ്റ് പോസിബിൾ കിരൺ? പക്ഷേ അതൊക്കെ നല്ല കാര്യമല്ലേ ഷേളിൻ? സത്യമാണെങ്കിൽ അതൊക്കെ വളരെ നല്ല കാര്യമല്ലേ? ബട്ട് ഇറ്റ്സ് ഓൾ ആക്ടിംഗ്. കറക്റ്റ്, നീ ശരിയാ പറഞ്ഞത്. ഞാൻ പറയുന്ന കേക്ക്. അവളിൽ നിന്ന് അകലം പാലിക്കണം. അവളെ അവോയ്ഡ് ചെയ്യണം. ഓക്കെ? ഞാൻ പോയി രാധികാന്റെ കണ്ടിട്ട് വരാം. അവള് കാരണം അവർക്ക് വയ്യാതായല്ലോ. ഫുഡ് പോയ്സണിംഗ്. ആക്ച്വലി പ്രീത കാരണമല്ലേ ഫുഡ് പോയ്സണിംഗ് ഉണ്ടായ. അത് കാരണം അതന്നെ കറക്റ്റ്. ഷേളിൻ, പ്രീത നിന്നെ പറ്റി മറ്റൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. എന്താ അവള് പറഞ്ഞേ? ആക്ച്വലി ഇന്നലെ രാത്രി നിന്നെ തിരക്കിയെന്ന്. പക്ഷെ നിന്നെ വീട്ടിൽ കണ്ടില്ല എന്നാ പറഞ്ഞേ. ആരുടെ ശബ്ദമാണത്? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, രാധികാന്റെ റൂമിൽ. അപ്പൊ ഇവൾ അമ്മയുടെ റൂമിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിന് തെളിവായിരിക്കുക. ഇനി അറിയാം ഇവള് കള്ളമാണോ സത്യമാണോ പറയുന്നതെന്ന്. എന്നാ ശരി, പ്രീത 1ാം നമ്പർ കള്ളിയാണ്. അവൾ എന്തും പറയും. ഇറ്റ് ഡസന്റ് മാറ്റർ. കിരൺ, അവൾ വളരെ സൂത്രശാലിയാ. നീ അവളോട് അടുക്കണ്ട. ഓക്കെ? എന്നാ ഞാൻ രാധികാന്റെ അടുത്തേക്ക് പോട്ടെ. ബൈ. പ്രീത എന്റെ വീട്ടിൽ വന്നെന്ന് പറഞ്ഞ സത്യമാണോ? ഇല്ല ഇല്ല. അഥവാ അവള് വന്നെങ്കിൽ എന്നെ മറ്റൊരാളോടൊപ്പം കണ്ട് അവൾ എന്തായാലും പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ രാധിക ആന്റിയോടെങ്കിലും പറയുമായിരുന്നല്ലോ. ആന്റിക്ക് വയ്യാന്ന് വെച്ചാൽ അവള് പറയാതിരിക്കില്ല. എന്റെ അവിഹിതം തീർച്ചയായും പുറത്തായേനെ. ഇല്ല ഷേർലിൻ, നിന്റെ അഫയറിനെ പറ്റി ആർക്കും ഒന്നും അറിയില്ല. കാം ഡൗൺ. ഇപ്പൊ പോയി രാധിക ആന്റിയോട് കുറച്ച് സ്വീറ്റായി സംസാരിക്കാം. കുറച്ച് ഫോർമാലിറ്റി ഒക്കെ ആവാം. ഒന്നതുവരെ പോവാം. അതിനുശേഷം എന്റെ പുന്നാര രോഹിത്തിനെ പോയി കണ്ട് കുറച്ചു നേരം സംസാരിക്കണം. കാരണം ആ സമയം വന്നു കഴിഞ്ഞു രോഹിത്തിനെ എന്റെ കയ്യിലെടുക്കാനുള്ള. അത് കഴിഞ്ഞ് ആ പ്രീതയ്ക്ക് നല്ല രീതിക്ക് ഒരു പണി കൊടുക്കണം. കുറച്ച് കൂടുന്നുണ്ട് അവക്ക്. 10 പൈസയുടെ വിലയില്ല. എന്നിട്ടാണ് അവൾ ഈ ഷേർലിനോട് കളിക്കാൻ വരുന്നത്. ഇപ്പൊ ആ കിരൺ പോലും അവള് വിശ്വസിക്കുന്നില്ല. ഇപ്പൊ ഈ വീട്ടില് ആരും വിശ്വസിക്കില്ല. ഗുഡ് ജോബ് ഷേർലിൻ, വെരി ഗുഡ് ജോബ്. ഗിരീഷ്. യെസ് മാം. രോഹിത് എവിടെയാ? മാം പുറത്ത് പോർച്ചിലുണ്ട്. താങ്ക് യു. ഓക്കെ മാം. ഷേർലിൻ കാരണമായി എന്റെ അമ്മ ജയിലിലായതും നിന്റെ അമ്മ ഹോസ്പിറ്റലിലായതും. അതെ കിരൺ, എന്തായാലും എനിക്കിത് ഉറപ്പാ. ഷേർലിൻ തന്നെയാ ആഹാരത്തിൽ എന്തോ കലർത്തിയിരിക്കുന്നത്. കിരൺ, ഞാൻ കണ്ടത് അവളുടെ കൂടെ അവളുടെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ആവില്ല, ഒരിക്കലും ആവില്ല. ഷേർലിൻ അമ്മയുടെ റൂമിലായിരുന്നെങ്കിൽ മറ്റൊരാളുടെ കൂടെ എങ്ങനെയാ അവൾ പോകുന്നേ? ആ പ്രീത ഉറപ്പായിട്ടും കള്ളമായിരിക്കും പറഞ്ഞത്.
അവൾ ആര് വേണമെങ്കിലും എന്തും പറയും. എന്നോടും കള്ളം തന്നെ പറഞ്ഞത്. എന്നോട് താല്പര്യമില്ലാന്ന്. പിന്നെ എന്റെ പാവ അമ്മയെ ഏട്ടനെ അച്ഛമ്മയെ എല്ലാവരും കയ്യിലെടുത്തിരിക്കുക വൃത്തിയായിട്ടവള്. എന്തൊരു പെണ്ണായത്. ഷേർലിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളം തന്നെയായിരിക്കും. ഇവളെ വിശ്വസിക്കാൻ കൊള്ളില്ല. നാവെടുത്ത കള്ളം മാത്രമേ പറയൂ. കള്ളിയാ അവള്. സൃഷ്ടി, ചായ റെഡിയായി. തിളപ്പിച്ച് തീർക്കുമോ? ഓ ആ സോറി റെഡിയായി. എന്താ ആലോചന? ഒന്നുമില്ല മുത്തശ്ശി. ഒന്നുമില്ലേ? നിങ്ങൾ രണ്ടും ഒരുപോലെ എന്ത് ചോദിച്ചാലും പറയില്ല. ഞങ്ങൾ മുതിർന്നവർ നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാ ചോദിക്കുന്നത്. നിങ്ങളൊന്നും പറയുന്നില്ല. കണ്ടില്ലേ, അവൾ രാത്രി വന്നു നേരെ റൂമിൽ കയറി കഥ കടച്ചുറങ്ങി. പിന്നെ വേറൊന്നും, നീ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുന്നു. അമ്മുമ്മയോടൊന്നും പറയുന്നുമില്ല.